ഇന്ന് സബ്സ്ക്രൈബേഴ്സ് എന്ന സയൻസ് മിത്തുകൾ ഞാൻ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോയി. ടോട്ടൽ കമന്റ്സ് ചെയ്ത് ഞാൻ ഇപ്പോൾ 2 മിത്ത് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഗൈസ്, ഇപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബറിന്റെ ഫസ്റ്റ് കമന്റ് തന്നെ നമുക്ക് നോക്കാം. എടുത്തോട്ടെ. ബിന്ന ഫാത്തിമയാണ് കമന്റ് ചെയ്തിരിക്കുന്നത്. ബ്രോ, ഒരു പേപ്പർ ഇത്ര വട്ടം മടക്കാൻ പറ്റും? കുറെ ദിവസമായിട്ട് നമ്മളടുത്ത് പറയണം. നമ്മളൊരു കരയണ സ്മൈലി കൂടെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമ്മളിപ്പോൾ ചെയ്യും. ഞാൻ ഇപ്പോഴാണ് അത് കണ്ടത്. ഓക്കെ, നമുക്ക് എന്തായാലും ഇത് ചെയ്യാം. അതിന് നമുക്കൊരു പേപ്പർ ഉണ്ട്. ഓക്കെ, പേപ്പർ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറയുന്ന മാക്സിമം ചലഞ്ച് ഞാൻ ചെയ്യാറുണ്ട്. സോ നമുക്ക് ഇത് ചെയ്യാം. ഓക്കെ, ഗൂഗിൾ പറയുന്ന ഒരു പേപ്പറിന് 7 തവണ കൂടുതൽ മടക്കാൻ പറ്റുള്ളൂ. നമുക്ക് എന്തായാലും ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതാ, ഒരു മടക്ക്, 2 മടങ്ങുണ്ട്, 3, നല്ല കട്ടിയായി കേട്ടോ. 4ാമത്തെ മടക്കായപ്പോൾ നല്ല കട്ടിയായി. ഇനി 5ാമത്തെ, അയ്യോ 5ാമത്തെ മടക്കായപ്പോൾ കുറച്ചുകൂടെ കട്ടിയായി കേട്ടോ. 5 മടക്കിൽ ഈ സൈസ് കട്ടിയായി നമ്മുടെ നോർമൽ പേപ്പർ. 6ാമത്തെ മടക്ക്, എടേ ഇത് കുറച്ച് കടക്കും ചേട്ടാ. ഓ, 6ാമത്തെ മടക്കില് നോക്കിയാണ്, നല്ല ടൈറ്റ് ആയി. ഇത്രയും നല്ല കട്ടിയായി. കണ്ടില്ലേ, നമ്മളെ മറ്റേ റബ്ബർ ബാൻഡൊക്കെ പണ്ട് വെച്ച് ഇങ്ങനെ ടക്ക് ടക്കനെ നമ്മള് ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോൾ അടിക്കൂലേ, ആ ഒരു ലെവലിലുള്ള കട്ടിയായി. ഒരു മടക്കൂടെ ഇനി പോകുന്നത് തോന്നുന്നു കേട്ടാ. എന്റെ പുന്നോ, ഇത് കടുപ്പം. അയ്യോ, 7ാമത്തെ മടങ്ങല്ലേ. അയ്യോ, കയ്യിൽ വെച്ച് മടക്കും. നല്ല ടൈറ്റ് ആയി. 7 മടക്ക്. ഇനി ഇതിൽ ഒരു മടക്കൂടെ നമ്മൾ വേണമെങ്കിൽ ചുറ്റിയെല്ലാം വെച്ച് അടിച്ച് മടക്കിയാൽ പോലും മടങ്ങൂല. 7 മടക്ക് കൺഫേം ആണ്. കൈ ഭയങ്കര ടൈറ്റ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതാ കണ്ടോ, 7 മടക്കാക്കിയോ നമ്മുടെ നോർമൽ പേപ്പർ ഇതാ ഈ കട്ടിയായി. പിന്നെ ഇനി ഒരു മടക്ക് പോസിബിൾ ഇല്ല. എന്തുകൊണ്ടായിരിക്കും ഈ പേപ്പർ 7 തവണ കൂടുതൽ മടക്കാൻ നമ്മളെ കൊണ്ട് പറ്റാത്തത്? ഞാൻ ചാറ്റ് ജിപിറ്റിയോട് ഒന്ന് സെർച്ച് ചെയ്ത് ചോദിച്ചായിരുന്നു ഗൈസ്. അപ്പോൾ ചാറ്റ് ജിപിറ്റി പറയുന്നതെന്ന് പറഞ്ഞാൽ തിക്നെസ് കൂടുതൽ ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ടാണ്. അതായത് നമ്മളിപ്പം ഒരു തവണ മടക്കുമ്പോൾ തിക്നെസ് കുറവായിരിക്കും. അങ്ങനെ 7 തവണ ആകുമ്പോൾ ഇതെന്താണ്, ഭയങ്കര സോളിഡ് ആയിട്ടുള്ള ഒരു വസ്തുവായിട്ട് മാറും. അപ്പോൾ പിന്നെ അതിൽ കൂടുതൽ നമുക്ക് മടക്കാൻ പറ്റില്ല, തിക്നെസ് കൂടും. പിന്നെ വേറൊരു കേസ് എന്ന് പറഞ്ഞാൽ 3 ഫോൾഡ്, അതായത് ഒരു അളവുണ്ട്. അതായത് ഒരു ഫോൾഡ് 0.2 mm വരുന്ന പേപ്പർ ഒരു ഫോൾഡേ മടക്കാൻ പറ്റും. 3.2 mm വരുന്ന 5 ഫോൾഡേ മടക്കാൻ പറ്റും. 12.8 mm വരുന്ന 7 ഫോൾഡ് മടക്കാം. 102.44 mm, അതായത് ഓവർ 10 സെന്റിമീറ്ററിനുള്ള പേപ്പർ 10 ഫോൾഡ് മടക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. കോമൺലി നമ്മൾ ഒരു പേപ്പർ 7 തവണ മടക്കാം. അതാണ് ഒരു കോമൺ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്. അപ്പോൾ നെക്സ്റ്റ് കമന്റ് നോക്കാം. ഗൈസ്, ഇപ്പോൾ അടുത്ത കമന്റ് ചെയ്തിരിക്കുന്ന അദർവാണ്. ബ്രോ, വാട്ടർ ലിവേറ്റിംഗ് വാട്ടർ എക്സ്പെരിമെന്റ് ചെയ്യാമോ? വാട്ടർ ലിവേറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനൊരു ഗ്ലാസും വേണം, ഒരു കാർഡ്ബോർഡും വേണം. അത് രണ്ടും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് രണ്ടും മാത്രം പോരെ, ഒരു സാധനം കൂടെ വേണം. എന്തിനാണ്? വെള്ളം, വാട്ടർ. സോ അതുകൂടെ നമുക്ക് ഇതിൽ നിറയ്ക്കാം. ഇപ്പോഴാണ് പൈപ്പിംഗ് ആവശ്യമുള്ളത്. നമുക്കിതാ ഈ കാർഡ്ബോർഡ് ഇങ്ങനെ വെച്ച് പ്രസ് ചെയ്യുക. ഈ കാർഡ്ബോർഡ് ഇളക്കിയാലും ഈ വെള്ളം താഴെ പോകില്ല. അതാണ് സംഭവം. നമുക്ക് നോക്കാം ഇത് റെഡിയാവും. ഞാൻ കുറെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. നമ്മൾ ഈ കാർഡ്ബോർഡ് വെച്ചപ്പോഴേ ആ വെള്ളം പോകണം. ഇത് വർക്കാവില്ലെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. എടുക്കട്ടെ, 3, 2, 1. അയ്യേ, ഈ എക്സ്പീരിയൻസ് വർക്കാവുന്ന എനിക്ക് തോന്നുന്നില്ല. ഇതിന്റെ കാരണം എന്താണെന്ന് അറിയാന്നുള്ള ഒരു താഴെ കമന്റ്. അപ്പോഴേ ഈ എക്സ്പീരിയൻസിൽ നമ്മൾ അതിവിദഗ്ധമായി പാളിപ്പോയി. സോറി ഗൈസ്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ ഗൈസ്. അപ്പോൾ 33% ആൾക്കാരുടെ സബ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മന്ത് നമ്മൾ 1 മില്യൺ അടിക്കും. സോ കൺസിഡർ സബ്സ്ക്രൈബിംഗ് ഗൈസ്. ബൈ ബൈ.